നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. വാളയാർ പീഡനക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട പോക്സോ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. കേസിൽ പുനർവിചാരണ നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആവശ്യമെങ്കിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കീഴ്ക്കോടതിയെ സമീപിക്കാം. പോക്സോ കോടതികളിലെ ജഡ്ജിമാർക്ക് പരിശീലനം നൽകണമെന്നും കോടതി. വാളയാർ കേസ് പുനരന്വേഷണമല്ല, CBI അന്വേഷണമാണ് വേണ്ടതെന്ന് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ. തുടരന്വേഷണം പോലീസ് നടത്തുന്നതിൽ വിശ്വാസമില്ല. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും രക്ഷിതാക്കൾ. വാളയാർ കേസിലെ ഹൈക്കോടതി വിധി സർക്കാരിന് പ്രചോദനം നൽകുന്നതാണെന്ന് മന്ത്രി AK ബാലൻ. കുറ്റമറ്റ രീതിയിൽ പുനർവിചാരണയും തുടരന്വേഷണവും നടത്താനുള്ള എല്ലാ സാഹചര്യവും സർക്കാർ സൃഷ്ടിക്കും. വാളയാർ കേസിൽ സർക്കാരും മുഖ്യമന്ത്രിയുമാണ് ഒന്നാം പ്രതിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേസ് CBIക്ക് വിടണമെന്നും ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും ചെന്നിത്തല. വാളയാർ കേസിൽ പുനരന്വേഷണം തന്നെ വേണമെന്ന സമരസമിതി. CBI അന്വേഷണമോ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ വേണം. പുനർവിചാരണ കൊണ്ട് മാത്രം പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല എന്നും സമരസമിതി ജോയിന്റ് കൺവീനർ ബാലമുരളി. പാലാരിവട്ടം കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി തേടിക്കൊണ്ട് ഇബ്രാഹിം കുഞ്ഞ് നൽകിയ അപേക്ഷ പിൻവലിച്ച ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. നോമിനേഷൻ നൽകാമെങ്കിൽ ജയിലിൽ പോകാമെന്നും കോടതി നിരീക്ഷിച്ചു. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. ഡോളർ കടത്ത് കേസിൽ ചോദ്യം ചെയ്യലിനായി സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പൻ ഇന്നും ഹാജരാകില്ല. നിയമസഭയുമായി ബന്ധപ്പെട്ട തിരക്കുള്ളതിനാൽ ഹാജരാകാൻ അസൗകര്യമുണ്ട് എന്ന് അയ്യപ്പൻ കസ്റ്റംസിനെ അറിയിച്ചു. കസ്റ്റംസ് തുടർ നടപടി സ്വീകരിച്ചേക്കും. സമുദായ നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് ശ്രമം തുടരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടവുമായി കൂടിക്കാഴ്ച നടത്തി. NSS നേതൃത്വവുമായും ഇരുവരും കൂടിക്കാഴ്ച നടത്തി. UDF-ലേക്ക് NCP അല്ലാതെ കൂടുതൽ പാർട്ടികൾ വരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് മുസ്ലിം ലീഗ് കടന്നിട്ടില്ല. സംസ്ഥാന നേതാക്കൾ ഹൈദരലി തങ്ങളെ കണ്ടത് പതിവ് കൂടിക്കാഴ്ചയെന്നും കുഞ്ഞാലിക്കുട്ടി. കോഴിക്കോട് ജില്ലയിൽ അധികമായി 2 സീറ്റുകൾ വാങ്ങണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. സംസ്ഥാന കമ്മിറ്റിയോട് ഇക്കാര്യം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. വടകര, പേരാമ്പ്ര, ബേപ്പൂർ സീറ്റുകളിൽ ഏതെങ്കിലും 2 സീറ്റുകൾ വേണം എന്നാണ് നിലപാട്. കഴിഞ്ഞ തവണ മത്സരിച്ച ബാലുശ്ശേരിക്ക് പകരം മുൻപുണ്ടായിരുന്ന കുന്നമംഗലം തിരികെ വാങ്ങണമെന്നും സംസ്ഥാന കമ്മിറ്റി പ്രതിനിധിയായി എത്തിയ KPA മജീദിനോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് അധിക സീറ്റ് നൽകണമെന്ന് K. മുരളീധരൻ. കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റ് വീതം വെക്കുമ്പോൾ ലീഗിനടക്കം നൽകണം. 4 തവണയിൽ കൂടുതൽ ജയിച്ചവർ മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്നും സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നൽകണമെന്നും മുരളീധരൻ. മുസ്ലിം ലീഗുമായി സമസ്തയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയിലെ സംഘടനാ വിഷയങ്ങളാണ് ഹൈദരലി തങ്ങളുമായി സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനത്തിൽ നിന്ന് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരെ മുസ്ലിം ലീഗ് തടഞ്ഞുവെന്ന വാർത്ത ശരിയല്ല എന്നും ജിഫ്രി തങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകൾ LDF-ൽ ഇതുവരെ നടന്നിട്ടില്ല എന്ന് ജോസ് കെ മാണി. ചർച്ച നടക്കുമ്പോൾ നിലപാട് അറിയിക്കും. MP സ്ഥാനം രാജിവെക്കുന്നത് നിയമോപദേശം തേടിയ ശേഷം മാത്രമായിരിക്കുമെന്നും ജോസ് കെ മാണി. സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറുടെ അംഗീകാരം. തിരുത്തൽ നിർദ്ദേശിക്കാതെയാണ് ഗവർണർ കരടിന് അംഗീകാരം നൽകിയത്. നെയ്യാറ്റിൻകരയിലെ വിവാദ ഭൂമി വസന്തയുടേത്. വില കൊടുത്തു വാങ്ങിയതെന്ന് തഹസിൽദാരുടെ റിപ്പോർട്ട്. രാജൻ ഭൂമി കയ്യേറിയെന്നും അന്വേഷണ റിപ്പോർട്ട്. തർക്കഭൂമി വസന്തയുടേതാണെന്ന തഹസിൽദാരുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് രാജന്റെയും അമ്പിളിയുടെയും മക്കൾ. അച്ഛനും അമ്മയും ഉറങ്ങുന്ന ഭൂമി തങ്ങൾക്ക് വേണമെന്നും സർക്കാർ അത് തരുമെന്നാണ് പ്രതീക്ഷയെന്നും കുട്ടികൾ. ഓൺലൈൻ റമ്മി കളിച്ച് കടക്കെണിയിലായ യുവാവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ വായ്പാ ആപ്പുകളുണ്ടെന്ന ആരോപണം. പണം കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ആപ്പിന്റെ എക്സിക്യൂട്ടീവ് വീട്ടിലെത്തിയിരുന്നതായി വിനീതിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. വിനീതിനെ അവഹേളിച്ച് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കളും പറഞ്ഞു. ഓൺലൈൻ വായ്പാ ആപ്പുകൾക്കെതിരായ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ DGP-യുടെ ഉത്തരവ്. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് വായ്പയെടുത്തവരിൽ ചിലർ പണം തിരിച്ചടയ്ക്കാനാവാതെ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് തീരുമാനം. വൈറ്റില മേൽപ്പാലം ഉദ്ഘാടനത്തിന് മുന്നേ തുറന്നുകൊടുത്ത 4 പേർ അറസ്റ്റിൽ. V4 കൊച്ചി പ്രവർത്തകരായ നിപുൺ ചെറിയാൻ, റാഫേൽ, ആഞ്ചലോസ്, സൂരജ് എന്നിവരാണ് അറസ്റ്റിലായത്. പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള ഫിലിം ചേംബറിന്റെ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. സിനിമാ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിലെ കർഷകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉമ്മൻചാണ്ടിയുടെ പദയാത്ര. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിലെ തോട്ടയ്ക്കാട് നിന്ന് ആരംഭിച്ച പദയാത്ര പുതുപ്പള്ളിയിൽ സമാപിച്ചു.
പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനാംഗങ്ങളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി തദ്ദേശ അംഗങ്ങളുമായി സംസാരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ഓൺലൈനായാണ് പങ്കെടുത്തത്. കോവിഡ് പ്രതിരോധത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രോഗവ്യാപനം ചെറുക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചുവെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, വയനാട് ജില്ലകളിലാണ് വർധന. വയനാട്ടിലും പത്തനംതിട്ടയിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. പക്ഷിപ്പനിയിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും. മന്ത്രിസഭായോഗത്തിന്റേതാണ് തീരുമാനം. താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണം തുടരാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴയിലും കോട്ടയത്തും പക്ഷികളെ കൊല്ലുന്നത് തുടരുന്നു. ഇന്നലെ ആലപ്പുഴയിൽ 20,000-ഓളം പക്ഷികളെയും കോട്ടയത്ത് 3,500 താറാവുകളെയും കൊന്നു. ശേഷിക്കുന്ന 15,000-ഓളം പക്ഷികളെ ഇന്ന് കൊല്ലും. പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനയും തുടരുന്നുണ്ട്. കണ്ണൂരിൽ ഒരാൾക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ചിറ്റാരിപ്പറമ്പ് സ്വദേശിയായ 6 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം 2ആയി. ഉത്തർപ്രദേശ് ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ഭരണഘടനാ സാധുത സുപ്രീംകോടതി പരിശോധിക്കുന്നു. UP, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് കോടതി നോട്ടീസ് അയച്ചത്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് വിദഗ്ധ സമിതി അനുമതി നൽകിയത് തിടുക്കപ്പെട്ടാണെന്ന് മിനിറ്റ്സ് രേഖ. ജനുവരി 1 ചേർന്ന വിദഗ്ധ സമിതി യോഗം കോവാക്സിന് അനുമതി നൽകേണ്ട എന്നാണ് തീരുമാനിച്ചത്. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ സമിതി വീണ്ടും യോഗം ചേർന്ന് കോവാക്സിന് അനുമതി നൽകുകയായിരുന്നുവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ തീയതി സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും. വാക്സിൻ വിതരണം 13 മുതൽ ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള കോവിഡ് വാക്സിന്റെ കയറ്റുമതി നിരോധിച്ചിട്ടില്ല എന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ. ആരോഗ്യ, വാണിജ്യ, വ്യവസായ മന്ത്രാലയങ്ങൾ ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയിട്ടില്ല. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത വേണമെന്നും ആരോഗ്യ സെക്രട്ടറി. കുട്ടികൾക്കായുള്ള കോവിഡ് വാക്സിൻ 4 മാസത്തിനകം തയ്യാറാക്കാനാകുമെന്ന് ഭാരത് ബയോടെക് MD കൃഷ്ണയല്ല. 2 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ ക്ലിനിക്കൽ പരീക്ഷണം നടത്താൻ കമ്പനി തയ്യാറെടുക്കുകയാണ്. ഇക്കാര്യത്തിൽ അനുമതി തേടി വിദഗ്ധ സമിതിയെ സമീപിക്കുമെന്നും ഭാരത് ബയോടെക് MD പറഞ്ഞു. കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ ആളുകൾ സ്വയം സന്നദ്ധമാകണമെന്നും 2 ഡോസ് വാക്സിൻ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട് എന്നും എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ. 2ാം ഡോസ് സ്വീകരിച്ച് 2 ആഴ്ചയ്ക്കകം ശരീരത്തിൽ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇന്ത്യയുടെ കോവിഡ് വാക്സിൻ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട മറ്റു വാക്സിനോളം തന്നെ ഫലപ്രദമാണെന്നും രൺദീപ് ഗുലേറിയ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള 162 സർക്കാർ ആശുപത്രികളിൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ PM കെയർ ഫണ്ടിൽ നിന്ന് 201.58 കോടി രൂപ അനുവദിച്ചു. 32 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കോവിഡ് വ്യാപനം കണക്കിലെടുത്താണ് നടപടി. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കർഷകർ. ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് ദേശ് ജാഗരൺ അഭിയാൻ സംഘടിപ്പിക്കും. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ പരേഡിന് മുന്നോടിയായി ഡൽഹി അതിർത്തികളിൽ നാളെ ട്രാക്ടർ മാർച്ച് നടത്തും. വെള്ളിയാഴ്ചയാണ് സർക്കാരുമായുള്ള ചർച്ച. സർക്കാരിന്റെ അനുകമ്പയില്ലായ്മയും ധിക്കാരവുമാണ് 60 കർഷകരുടെ ജീവൻ ഇല്ലാതാക്കിയത് എന്ന് രാഹുൽ ഗാന്ധി. സമരം ചെയ്യുന്ന കർഷകരുടെ കണ്ണീർ തുടയ്ക്കുന്നതിന് പകരം കണ്ണീർ വാതകം ഉപയോഗിച്ചാണ് സർക്കാർ അവരെ നേരിട്ടത്. കുത്തകക്കാരെയും അവരുടെ കച്ചവട താൽപ്പര്യങ്ങളെയും സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബ്രിട്ടനുമായുള്ള വിമാന സർവീസ് ഇന്ത്യ ഭാഗികമായി പുനരാരംഭിച്ചു. ആഴ്ചയിൽ 60 വിമാനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 30 വിമാനങ്ങളെ സർവീസ് നടത്തുകയുള്ളൂ. യാത്രയ്ക്ക് 72 മണിക്കൂർ മുൻപ് വരെയുള്ള RT-PCR ടെസ്റ്റിന് പുറമെ ഇന്ത്യയിലെത്തുമ്പോൾ വിമാനത്താവളത്തിലും പരിശോധനയ്ക്ക് വിധേയമാകണം. അതിവേഗ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ യാത്രാവിലക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കി. റിപ്പബ്ലിക് ദിന പരേഡിൽ ബോറിസായിരുന്നു മുഖ്യാതിഥി. ബ്രിട്ടനിൽ അതിവേഗ കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 3 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ശ്രീലങ്കയിൽ. ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രജപക്സെ, പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെ എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ നീരവ് മോദിക്കെതിരെ അദ്ദേഹത്തിന്റെ സഹോദരി പൂർവി മോദി പ്രോസിക്യൂഷൻ സാക്ഷിയാകും. കേസിൽ മാപ്പുസാക്ഷിയാകാനുള്ള പൂർവി മോദിയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അംഗീകരിച്ചു. ബംഗാൾ കായിക മന്ത്രി ലക്ഷ്മി രത്തൻ ശുക്ല രാജിവെച്ചു. BJPയിൽ ചേർന്നേക്കുമെന്ന് റിപ്പോർട്ട്. എന്നാൽ ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ലക്ഷ്മി രത്തൻ ശുക്ല മന്ത്രി പദവി ഒഴിഞ്ഞത് എന്നും അദ്ദേഹം പാർട്ടിയിൽ തുടരുമെന്നും മമതാ ബാനർജി.
രാജ്യത്തെ 33 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഗുണനിലവാരമില്ലാത്ത കൽക്കരി ഉപയോഗിക്കുന്ന താപനിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്ന് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിന്റെ പഠനം. ബംഗാളിൽ 84% വൈദ്യുതിയും താപനിലയങ്ങളിൽ നിന്നാണ്. എന്നാൽ ഇവിടെ സൾഫർ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് സംബന്ധിച്ച മാനദണ്ഡം പാലിക്കുന്നില്ല. തെലങ്കാനയും ഗുജറാത്തുമാണ് പട്ടികയിൽ 2ഉം 3ഉം സ്ഥാനത്ത്. പശ്ചിമ ബംഗാളിലെ കലിംപോങ് ജില്ലയിൽ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും 2 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിപാടി നടക്കുന്ന വേദിയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചതാണ് അപകട കാരണം. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കെ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ അനുമതി നൽകിയതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ വിവിധ ജില്ലകളിൽ കാക്കകൾ കൂട്ടത്തോടെ ചത്തു. ഇൻഡോർ, മൻസൌർ, അഗർമാർവ, ഖാർഗോൺ എന്നിവിടങ്ങളിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. 376 സാമ്പിളുകൾ അധികൃതർ ശേഖരിച്ചു. ഇവയിൽ ചിലതിൽ H5N8 വൈറസ് കണ്ടെത്തി. വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഭോപ്പാൽ ലാബിലേക്ക് അയച്ചു. രാജസ്ഥാനിലെ കോട്ട, ബാരൻ ജില്ലകളിൽ H5N8 വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 625ഓളം പക്ഷികൾ ചത്തുവെന്ന് കണക്ക്. 11 ജില്ലകളിൽ നിന്നുള്ള 86 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. വ്യോമസേനയുടെ MiG-21 ബൈസൺ വിഭാഗത്തിൽപ്പെടുന്ന വിമാനം രാജസ്ഥാനിലെ സൂറത്ത് ഗർഹിൽ തകർന്നു വീണു. പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത്. യന്ത്രത്തകരാറാണ് അപകടത്തിനിടയാക്കിയത്. പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. ജമ്മുകശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ കനത്തതും നേരിയ തോതിലുമുള്ള മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ്. പുഞ്ച്, രജൌരി, കിഷ്ത്വാർ, ആനന്ദ്നാഗ് തുടങ്ങിയ മേഖലകളിലാണ് കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാവുക. മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കാൻ സന്നദ്ധനാണെന്ന് ബാലാസാഹെബ് താരോട്ട്. എന്നാൽ തന്റെ തീരുമാനവും ഡൽഹി സന്ദർശനവുമായി ബന്ധമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കളിൽ ഒരാൾ പാർട്ടിയെ നയിക്കണം. അയാൾക്ക് വേണ്ട പിന്തുണ താൻ നൽകുമെന്നും ബാലാസാഹെബ് താരോട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തേണ്ട സമയത്തും ട്രംപ് അലറുകയും പരാതി പറയുകയുമാണെന്നും ബൈഡൻ. ബൊളീവിയൻ നഗരമായ സുക്രയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. 4 മരണം, നിരവധി പേരെ കാണാതായി. റോഡുകളിൽ വെള്ളം കുത്തിയൊലിച്ചപ്പോൾ കാറുകളും വഴിയോര വിൽപ്പനശാലകളും ഒഴുകിപ്പോയി. യുറേനിയം സമ്പുഷ്ടീകരണം 20% സ്ഥിരീകരിച്ച് ഇറാൻ. ഫോർഡോ ഭൂഗർഭ ആണവ നിലയത്തിൽ നടന്ന ആണവ സമ്പുഷ്ടീകരണം അന്താരാഷ്ട്ര ആണവ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ശേഷം 2019 ഇറാൻ ആണവ പദ്ധതികൾ ത്വരിതഗതിയിലാക്കിയത്. ഖാസിം സുലൈമാനിയുടെ വധവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഉൾപ്പെടെയുള്ള 48 അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് ഇന്റർപോളിനോട് ഇറാൻ. ബാഗ്ദാദിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് സുലൈമാനി കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് പിന്നിൽ US ആണെന്നാണ് ഇറാന്റെ ആരോപണം. പ്രസിഡന്റ് പദവിയുടെ അവസാന ഘട്ടത്തിലും ഇറാനെതിരെ പുതിയ ഉപരോധം പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. ഉരുക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇറാനിൽ നിന്നുള്ള 1 ഡസനോളം കമ്പനികളെയും ഒരു വ്യക്തിയെയും അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തി. ട്രഷറി വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് ഇക്കാര്യം പ്രസിദ്ധീകരിച്ചത്. ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് പടരുന്ന ബ്രിട്ടനിൽ പ്രതിദിന കോവിഡ് കേസുകൾ 60,000 പിന്നിട്ടു. ആദ്യമായാണ് പ്രതിദിന കണക്ക് 60,000 കടക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ രാജ്യത്ത് വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാക്സിൻ വിതരണം പൂർണ്ണതോതിലാക്കുകയും മരണനിരക്കിൽ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്താൽ ഫെബ്രുവരിയിൽ നിയന്ത്രണം പിൻവലിക്കുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ബ്രിട്ടനിൽ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വ്യവസായങ്ങൾക്കായി 4.6 ബില്യൺ പൗണ്ടിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചു. റീറ്റെയിൽ, വിനോദം, ഹോട്ടൽ വ്യവസായങ്ങൾക്കാണ് പാക്കേജിൽ പ്രാമുഖ്യം. കോവിഡ് വാക്സിൻ സംയുക്തമായി ഉൽപ്പാദിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കലും ഫോണിൽ സംസാരിച്ചു. ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം തുടരാനും ആരോഗ്യ മന്ത്രിതലത്തിലും നിർദ്ദിഷ്ട ഏജൻസികൾ വഴിയും ആശയവിനിമയം നടത്താനും ധാരണയായി. ലോകാരോഗ്യ സംഘടന വിദഗ്ധ സമിതിക്ക് അനുമതി നിഷേധിച്ച് ചൈന. WHO വിദഗ്ധ സംഘം ചൈനയിലേക്ക് തിരിക്കാനിരിക്കെയാണ് അനുമതി നിഷേധിച്ചത്. അമേരിക്കൻ കമ്പനി മൊഡേണയുടെ കോവിഡ് വാക്സിന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകി. വടക്കൻ അമേരിക്കയ്ക്ക് പുറത്ത് മൊഡേണ വാക്സിന് അനുമതി നൽകുന്ന ആദ്യ രാജ്യമാണ് ഇറാൻ. 60 ലക്ഷം ഡോസുകളാണ് ആദ്യഘട്ടത്തിൽ ഇറാനിൽ എത്തിക്കുക. ഓക്സ്ഫോർഡിന്റെയും ഇന്ത്യയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കോവിഡ് വാക്സിൻ ഇറക്കുമതി ചെയ്യാൻ ബംഗ്ലാദേശ് മരുന്ന് കമ്പനിയായ ബെക്സിംകോ ഫാർമസ്യൂട്ടിക്കൽസിന് അനുമതി. ബംഗ്ലാദേശ് ഡയറക്ടർ ജനറൽ ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ് ഇത് സംബന്ധിച്ച അനുമതി നൽകിയത്. ഫൈസറിന്റെ കോവിഡ് പ്രതിരോധ വാക്സിന്റെ 2 ഡോസുകൾ 21 മുതൽ 28 ദിവസത്തിനുള്ളിൽ സ്വീകരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ഇമ്മ്യൂണൈസേഷൻ അഡ്വൈസറി ഗ്രൂപ്പ്. രോഗബാധിതയേൽക്കാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ യാത്രികർ കോവിഡ് വാക്സിൻ സ്വീകരിക്കേണ്ടത് നിർബന്ധമല്ല എന്നും ലോകാരോഗ്യ സംഘടന. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്ത ദക്ഷിണ കൊറിയൻ എണ്ണക്കപ്പൽ വിട്ടുകിട്ടുന്നതിനുള്ള ചർച്ചകൾക്കായി പ്രതിനിധി സംഘത്തെ ഉടൻ അയക്കുമെന്ന് ദക്ഷിണ കൊറിയ. മലിനീകരണ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന പേരിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കപ്പൽ പിടിച്ചെടുത്തത്.
വെനസ്വേലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മദൂരോയുടെ PSUV പാർട്ടിക്ക് വൻ ഭൂരിപക്ഷമുള്ള ദേശീയ അസംബ്ലി നിലവിൽ വന്നു. 277 അംഗ സഭയിൽ 256 പേരും മദൂരോയുടെ അനുയായികളാണ്. ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിന്നിരുന്നു. ചൈനയിലെ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനത്തിന്റെ മുൻ ചെയർമാൻ ലായ് സിയോമിന് വധശിക്ഷ. പദവി ദുരുപയോഗം ചെയ്തും കൈക്കൂലി വഴിയും $260 മില്യൺ രൂപയുടെ അനധികൃത സമ്പാദ്യം ലായ് സിയോമിനുണ്ടെന്ന് തെളിഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പന്തളം ഏരിയ സെക്രട്ടറിയെ മാറ്റാൻ CPM തീരുമാനം. ഏരിയ സെക്രട്ടറി ഫസലിനെ മാറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാറിന് ചുമതല നൽകും. പന്തളത്ത് 7 സീറ്റുണ്ടായിരുന്ന BJP ഇത്തവണ 18 സീറ്റ് നേടിയതിനെ തുടർന്നാണ് നടപടി. വടകര ലോകനാർക്കാവിലിന് സമീപത്തെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ തീപിടുത്തം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. 1 കോടിയോളം രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കത്തി നശിച്ചതായാണ് റിപ്പോർട്ട്. കാസർഗോഡ് ബദിയടുക്കയിലെ 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകം. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന അമ്മ ശാരദയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെർള കാട്ടുകുക്ക സ്വദേശിയാണ് ശാരദ. തൃശൂർ മതിലകം പുതിയകാവിൽ കണ്ടെയ്നർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ഒരാളുടെ നില ഗുരുതരം. പെരിഞ്ഞനം സ്വദേശികളായ ബിജീഷ് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി വിവേകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ കരുവാറ്റയിൽ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയിൽ നിന്ന് ഇന്ധനം ചോരുന്നു. ഡീസലും പെട്രോളും വഹിച്ചു വന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 9-ാം തീയതി വരെ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കച്ചവടക്കാരെ കബളിപ്പിച്ച് ചരക്കുകൾ കൈക്കലാക്കിയെന്ന പരാതിയിൽ എറണാകുളത്ത് വ്യാപാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹാർലി ക്രാംബിൾസ് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അജയ് കുമാറാണ് അറസ്റ്റിലായത്. കോവിഡ് പ്രതിസന്ധിയെ മറികടക്കാൻ മത്സ്യകൃഷി തുടങ്ങിയ ടെമ്പോ ഡ്രൈവർക്ക് തിരിച്ചടിയായി മോഷണം. തൃശൂർ മറ്റത്തൂർ മോനോടി സ്വദേശി അനിയന്റെ മത്സ്യങ്ങളാണ് മോഷണം പോയത്. സംഭവത്തിൽ വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകി. കണ്ണൂർ ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളുടെ പഠനം അനിശ്ചിതത്വത്തിൽ. ക്ലാസ് ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധ്യാപകരെത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡായി പാലക്കാട് പഴംപാലക്കോട് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. യാത്രക്കാർക്ക് ഇനി പണമിടപാട് ഡിജിറ്റലായി നടത്താം. തപാൽ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് ഭൂതത്താൻ ആൽത്തറയിൽ അമിതഭാരവുമായി വന്ന ലോറി പാലം തകർത്ത് കുഴിയിൽ മറിഞ്ഞു. ഭൂതത്താൻ ആൽത്തറയിലെ പ്രധാന പാതയിലേക്കുള്ള പ്രവേശന കവാടത്തിലെ പാലമാണ് തകർന്നത്. ഇതോടെ 100ഓളം കുടുംബങ്ങളുടെ യാത്ര ദുരിതത്തിലായി. ഇടുക്കി പൂപ്പാറയിൽ 2 ദിവസം മുൻപ് ടാറിംഗ് നടത്തിയ റോഡ് വീണ്ടും തകർന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ടാറിംഗ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ. അപ്രതീക്ഷിതമായി എത്തിയ മഴയാണ് ടാറിംഗ് പൊളിയാൻ കാരണമെന്ന് കരാറുകാരൻ. തിരുവമ്പാടി തുമ്പക്കോട്ടുമലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പാറ പൊട്ടിക്കുന്നതിനുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള അറ നിർമ്മിച്ചതായി പരാതി. 7 വർഷം മുൻപ് പ്രദേശത്ത് ക്വാറി ആരംഭിക്കാനുള്ള നീക്കം ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. പത്തനംതിട്ട പൊന്തമ്പുഴ സമരസമിതിയുടെ നേതൃത്വത്തിൽ റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച്. പെരുമ്പെട്ടി കൈവശ കർഷകർക്ക് പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് പിന്തുണയുമായി കേരളത്തിൽ ഐക്യദാർഢ്യ പ്രക്ഷോഭം ശക്തമാക്കും. ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വിളിച്ചു ചേർത്ത വിവിധ സംഘടനാ നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. കൊച്ചി കേന്ദ്രമാക്കിയ മറ്റു ജില്ലകളിലേക്ക് സമരം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. അങ്കമാലി മഞ്ഞപ്രയിൽ ഒരു സംഘം ഓട്ടോ ഡ്രൈവറുടെ വീട് കയറി ആക്രമിച്ചു. ഓട്ടോ തല്ലി തകർത്തു. പുല്ലാടൻ വർഗീസിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബസ്സിൽ സ്വർണ്ണമാല മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ കണ്ണൂരിൽ നാടോടി സ്ത്രീകൾ പിടിയിൽ. തലശ്ശേരിയിൽ നിന്ന് ചക്കരക്കല്ലിലേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് സംഭവം. തമിഴ്നാട് സ്വദേശികളായ നന്ദിനി, ഗീത, പരമേശ്വരി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടും SMS ആയോ വെബ്സൈറ്റ് മുഖേനയോ കവർ നമ്പർ ലഭിക്കാത്തവർ ഹജ്ജ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ജനുവരി 10 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട BCC അധ്യക്ഷൻ സൗരവ് ഗാംഗുലി ഇന്ന് ആശുപത്രി വിടില്ല. കൊൽക്കത്ത വുഡ്ലാൻഡ്സ് ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ തേടിയത്. ഹൃദ്രോഗബാധിതനായ സൗരവ് ഗാംഗുലിയെ അദാനി ഗ്രൂപ്പ് ഫോർച്യൂണർ എണ്ണ ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിൽ നിന്ന് നീക്കി. ഫോർച്യൂണിന്റെ തവിടെണ്ണ, നല്ലെണ്ണ എന്നിവയുടെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ഗാംഗുലി. ഗാംഗുലിക്ക് ഹൃദയാഘാതം ഉണ്ടായതോടെ സമൂഹമാധ്യമങ്ങളിൽ ഫോർച്യൂൺ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ബ്രെൻഫോർഡിനെ തോൽപ്പിച്ച് ടോട്ടനം EFL കപ്പ് ഫൈനലിൽ. മറുപടിയില്ലാത്ത 2 ഗോളിനാണ് ടോട്ടനത്തിന്റെ വിജയം. മൂസ സിസോക്കോയും സൺ ഹ്യൂങ് മിന്നുമാണ് ടോട്ടനത്തിനായി ലക്ഷ്യം കണ്ടത്. 2ാം സെമിയിൽ മാഞ്ചസ്റ്റർ ടീമുകൾ ഇന്ന് നേർക്കുനേർ വരും.
ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ സിഡ്നിയിൽ തുടങ്ങും. ഇന്ത്യൻ സമയം രാവിലെ 5:30 മത്സരം ആരംഭിക്കും. പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. രണ്ടാം ടെസ്റ്റിലെ ടീമിൽ 2 മാറ്റങ്ങൾ ഉണ്ടാകും. മയങ്ക് അഗർവാളിന് പകരം രോഹിത് ശർമ്മയും പരിക്കേറ്റ ഉമേഷ് യാദവിന് പകരം ഷാർദുൽ ഠാക്കൂറോ നടരാജനോ ടീമിലെത്തും. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് KL രാഹുലിനെ ഒഴിവാക്കി. പരിശീലനത്തിനിടെ ഇടത് കൈക്കുഴയ്ക്ക് പരിക്കേറ്റതാണ് താരത്തിന് തിരിച്ചടിയായത്. പരിക്ക് ഭേദമാകാൻ 3 ആഴ്ച സമയം വേണ്ടിവരും. പരമ്പരയ്ക്കിടെ പരിക്കേറ്റ് പുറത്താകുന്ന 3ാമത്തെ താരമാണ് രാഹുൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിലും ശ്രീലങ്കയ്ക്ക് നാണം കെട്ട തോൽവി. 3 ദിനം മാത്രം കളി നടന്ന മത്സരത്തിൽ 10 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയം. 145 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയ ശ്രീലങ്കയുടെ രണ്ടാം ഇന്നിംഗ്സ് 211 റൺസിൽ ഒതുങ്ങി. വിജയലക്ഷ്യമായ 66 റൺസ് 13 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ ദക്ഷിണാഫ്രിക്ക മറികടന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരു FCയെ മുംബൈ FC 3-1 തോൽപ്പിച്ചു. മർത്താദ ഫാൾ, ബിപിൻ സിംഗ്, ബർത്തലേമു ഒഗ്ബച്ചെ എന്നിവരാണ് മുംബൈക്കായി ഗോൾ നേടിയത്. സുനിൽ ഛേത്രി പെനാൽറ്റി ഗോളാക്കിയതാണ് ബംഗളൂരുവിന് ആശ്വസിക്കാനുള്ളത്. ISLൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ഗോവയെ നേരിടും. 6 പോയിന്റ് മാത്രമുള്ള ഈസ്റ്റ് ബംഗാൾ പട്ടികയിൽ 10ാം സ്ഥാനത്തും 14 പോയിന്റുമായി ഗോവ 3ാം സ്ഥാനത്തുമാണ്. വൈകിട്ട് 7:30-ക്കാണ് മത്സരം തുടങ്ങുക. ഫോർമുല 1 കാറോട്ട മത്സരങ്ങളുടെ പുതിയ സീസൺ ആരംഭിക്കുന്നത് വൈകാൻ സാധ്യത. മാർച്ച് 19 മുതൽ 21 വരെ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയോടെയാണ് സീസൺ ആരംഭിക്കേണ്ടത്. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ മത്സരത്തിന് ഇനിയും ഓസ്ട്രേലിയൻ അധികൃതരുടെ അനുമതി കിട്ടിയിട്ടില്ല. പ്രീമിയർ ലീഗിൽ കഴിഞ്ഞയാഴ്ച നടന്ന കോവിഡ് പരിശോധനയിൽ താരങ്ങളും ടീം അധികൃതരുമടക്കം 40 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ സീസണിൽ 18 പേർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചിരുന്നത്. കോവിഡ് ബാധ ഇരട്ടിയോളം വർദ്ധിച്ചുവെങ്കിലും മത്സരങ്ങൾ മുൻ നിശ്ചയപ്രകാരം നടക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വുമൺ ടെന്നീസ് അസോസിയേഷൻ ജൂലൈയിൽ നടക്കേണ്ട വിംബിൾട്ടൺ വരെയുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. കോവിഡ് ഭീഷണിക്കിടയിലും മുൻ നിശ്ചയപ്രകാരമുള്ള മത്സരക്രമമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിയാമി ഓപ്പൺ, മാദ്രിദ് ഓപ്പൺ, ഇറ്റാലിയൻ ഓപ്പൺ അടക്കമുള്ള മത്സര കലണ്ടറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തായ്ലൻഡിൽ ഈ മാസം നടക്കുന്ന സാർലോക്സസ് ഓപ്പണിലും ഡച്ച് ഓപ്പണിലും ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ലക്ഷ്യ സെൻ പങ്കെടുക്കില്ല. പുറംവേദനയെ തുടർന്നാണ് താരം പിന്മാറിയത്. 2019 സീനിയർ സർക്യൂട്ടുകളിൽ 5 ചാമ്പ്യൻഷിപ്പുകളിൽ 19-കാരിയായ ലക്ഷ്യ സെൻ നേടിയിരുന്നു. 2021 ഗ്രാമി പുരസ്കാര വിതരണം മാറ്റിവെച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് മാറ്റിയത്. ചടങ്ങ് മാർച്ച് 14 നടക്കും. ബിയോൻസി, ടൈലർ സ്വിഫ്റ്റ്, ഡുവാലിപ്പ എന്നിവരാണ് പുരസ്കാരത്തിന് നിർദ്ദേശിക്കപ്പെട്ടത്. പാർവതി തിരുവോത്ത് കേന്ദ്ര കഥാപാത്രമാകുന്ന വർത്തമാനത്തിന് കേന്ദ്ര സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിയുടെ പ്രദർശനാനുമതി. JNU സമരം പശ്ചാത്തലമായ ചിത്രം ദേശവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള സെൻസറിംഗ് ബോർഡ് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. സിദ്ധാർത്ഥ ശിവയാണ് സംവിധായകൻ. പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച തിരക്കഥാകൃത്ത് ആര്യാടൻ ഷൗക്കത്ത്. യുവതാരം അമിത് ചക്കാലക്കൽ നായകനാകുന്ന യുവം റിലീസിനൊരുങ്ങുന്നു. വൺസ് അപ്പോൺ എ ടൈം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോണി മൊക്കേറ നിർമ്മിക്കുന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിലെത്തും. പിങ്കു പീറ്ററാണ് സംവിധാനം. VK ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകിയിരിക്കുന്നു. വിനയൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം 19ാം നൂറ്റാണ്ട് അടുത്ത മാസം ചിത്രീകരണം ആരംഭിക്കും. ഗോകുലം ഗോപാലിനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഗോവിന്ദ് പത്മസൂര്യ, നയന എൽസ എന്നിവർ നായികാനായകന്മാരാകുന്ന ചിത്രം ക്രിസ്റ്റഫർ കൊളംബസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. വിദേശ താരം നീൽ ലീ ലക്കും ചിത്രത്തിലുണ്ട്. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ ഒരുക്കുന്ന ഹൃദയം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നു. ഔട്ട്ഡോർ രംഗങ്ങൾ ചിത്രീകരിക്കേണ്ടതിനാൽ ലോക്ക്ഡൌൺ കാലത്ത് ചിത്രീകരണം നിർത്തിവച്ചിരുന്നു. ഹോളിവുഡ് നടി ടാന്യ റോബർട്ട്സ് അന്തരിച്ചു. നടക്കുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ബോൺ ചിത്രത്തിലൂടെയാണ് ടാന്യ ശ്രദ്ധേയയായത്. വാച്ച് ന്യൂസ് പൂർണ്ണമാവുകയാണ്.